ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 2026 അഞ്ചാമത്തെ ആഴ്ചയിലാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്കുണ്ടാവുന്ന അവരുടെ ഡേ 1 തൊട്ടുണ്ടാവുന്ന അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഇതുപോലത്തുള്ള യൂണിവേഴ്സിറ്റികളും മറ്റും വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഡേ 1 അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർ ഏത് ഫാമിലിയിൽ നിന്ന് വന്നു, അവരുടെ മാർക്ക് എന്തായിരുന്നു, അവർ ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്, ഏത് രാജ്യക്കാരാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള രീതികളും വിദേശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല നമ്മുടെ നാട്ടിലുള്ളതുപോലെ. അവിടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യം നോക്കി വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പുതിയ തുടക്കമാണ് അവിടെ നിന്നുള്ള കിട്ടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ ഡേ 1 അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മാത്രമല്ല പലപ്പോഴും കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, നാട്ടിൽ വളരെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടും അല്ലെങ്കിൽ അത്ര നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ പലരും അവിടെ വന്ന ശേഷം അവർക്ക് അവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന കാണാൻ പറ്റും. അതേസമയം തന്നെ നാട്ടിലൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന പലരും വിദേശത്ത് വന്ന ശേഷം അവർ വളരെ പെട്ടെന്ന് അവിടുത്തെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുകയും നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് വരികയും ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ അവിടെ ചെന്ന ശേഷം അവിടുത്തെ കാര്യങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നിങ്ങൾ മുൻകൂട്ടി ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തയ്യാറെടുപ്പോടുകൂടി പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഡേ 1 മുതൽ തന്നെ 100 കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും.